ഹായ് ഫ്രണ്ട്സ്, ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. പഴയ ബോട്ടിൽ എങ്ങനെ വളരെ ഈസി ആയിട്ട് പെയിൻറ് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു ഗ്രീൻ കളറുള്ള ഒരു ബോട്ടിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ ആ ബോട്ടിൽ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പഴയ ബാമ്പുവിൻ്റെ കുറച്ച് വാടിയ ഇലകളാണ്, അല്പം ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ബോട്ടിലിനേക്കാൾ അല്പം നീളം കൂടുതലായ ഇലകൾക്ക്, അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് കട്ട് ചെയ്ത് നീളം കുറച്ചെടുക്കാൻ പോവാം. മഴക്കാലം ആയതുകൊണ്ട് അതിൻ്റെ ഇലകളുടെ കളർ അല്പം വ്യത്യാസം വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല, ഞാൻ നല്ലതുപോലെ അത് ഉണക്കിയെടുത്തിട്ടുണ്ട്. എല്ലാ ഇലകളും നമ്മളിതുപോലെ നീളം കുറച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്ത് അല്പം പെയിൻറ് അടിച്ചു കൊടുക്കണം. ഞാൻ ഗോൾഡൻ പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. ഗ്രീൻ കളർ ആയതുകൊണ്ട് അതിനൊന്ന് മാച്ചായി പോകാൻ വേണ്ടിയിട്ടാണ് ഗോൾഡൻ കളർ എടുത്തിരിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ഒരു സൈഡിൽ മാത്രം കംപ്ലീറ്റ് ഗോൾഡൻ കളർ ഞാൻ എല്ലാ ഇലകൾക്കും അടിച്ചു കൊടുക്കാൻ പോകാം. ഇതിനകത്ത് നമ്മൾ ഗോൾഡൻ കളർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ബോട്ടിൽ കംപ്ലീറ്റ് പെയിൻ്റ് അടിക്കുന്നില്ല. എല്ലാ ഇലകളും നമ്മൾ ഒരു സൈഡിൽ മാത്രം അടിച്ചാൽ മതി. മറ്റു സൈഡ് നമ്മൾ ബോട്ടിലേക്ക് ഒട്ടിക്കാനായതുകൊണ്ട് നമ്മൾ മറു സൈഡിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. നമ്മൾ കംപ്ലീറ്റ് ഇലകൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ മറു സൈഡിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്യാണ്. ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ഇതുപോലെ ജസ്റ്റ് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള തരത്തിലങ്ങ് ഒട്ടിക്കാം. നമുക്ക് ഒരു ഭംഗിക്ക് തോന്നുന്ന പോലെ എങ്ങനെയോ അതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. ചുറ്റും ഞാൻ ഇല ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ച് വുഡൻ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. റൗണ്ട് ഷേപ്പ് ഉണ്ട്, പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് സ്ക്വയർ ഷേപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിനി അത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. രണ്ടും മാറി മാറി മിക്സ് ചെയ്ത് നമ്മളങ്ങ് ചെയ്യാൻ പോവുകയാണ്. വെറുതെ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ മിക്സ് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്ത് ഒട്ടിക്കാവുന്നതാണ്. നമ്മൾ കംപ്ലീറ്റ് ഒട്ടിച്ച് കഴിഞ്ഞു. ഇത് ഞാൻ സ്പോഞ്ച് ഉപയോഗിച്ച ഗോൾഡൻ പെയിൻ്റ് അല്പം ബോട്ടിൽ കംപ്ലീറ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. കംപ്ലീറ്റ് ബോട്ടിലും ഒന്ന് ജസ്റ്റ് ഒന്ന് മറ്റേ സ്പോഞ്ച് ഉപയോഗിച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ജസ്റ്റ് ഒരു ഷൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കംപ്ലീറ്റ് പെയിൻ്റ് അടിക്കുന്ന പോലെ ചെയ്യുന്നില്ല. എൻ്റെ അടുത്തും ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാണുമ്പോൾ അറിയാം. ചുറ്റിലും നമ്മളത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ ഈ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഒട്ടും സമയം എടുക്കാതെ തന്നെ നമ്മളത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ബോട്ടിൽ ഏതാണെന്ന് നോക്കാം. അടുത്ത ബോട്ടിൽ കംപ്ലീറ്റ് പെയിൻറ്റിംഗ് ആണ്.
പെയിൻറ്റിങ് തന്നെ ഒട്ടും ടഫില്ല. നമുക്ക് വരയ്ക്കാനൊന്നും അറിയണ്ട. എനിക്ക് വരയ്ക്കാനൊന്നും അറിഞ്ഞിട്ടല്ല. വെറുതെ നമുക്ക് വളരെ ഈസിയായ 2 ഫ്ലവർ അങ്ങ് വരച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ അതിനകത്ത് പഴയൊരു സോസ് ബോട്ടിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ അതിനകത്തേക്ക് അല്പം ബ്ലാക്ക് പെയിൻ്റ് അങ്ങ് ഒഴിച്ചു കൊടുത്തു. ബോട്ടിലിനകത്തോട്ട് ഞാൻ പെയിൻ്റ് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ട്. എന്നിട്ട് വേണ്ട ഇതുപോലെ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ഭാഗത്തും അതാക്കുക. നമുക്ക് ബ്രഷിൻ്റെ പോലും ആവശ്യമില്ല. നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കുകയും ചെയ്യും. പുറമേ നിന്ന് നോക്കിയാൽ നല്ല ഭംഗിയായിട്ട്. നിങ്ങൾ ആദ്യം ഒഴിച്ചു കൊടുത്ത് പെയിൻറ്റ് പോരെങ്കിൽ രണ്ടാമത് കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് കംപ്ലീറ്റ് ഇതാക്കി എടുക്കണം. ഏകദേശം മതിയെന്ന് തോന്നുന്നു. രണ്ടാമത് ഒഴിക്കേണ്ട ആവശ്യമില്ല. എല്ലായിടത്തും ഇതുപോലെ ബ്ലാക്ക് കളർ ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ അകത്തൊഴിച്ചത് കൊണ്ട് നമുക്കിത് ഡ്രൈ ആകാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ ഇതിനകത്ത് വരച്ചു കൊടുക്കാം. ഞാൻ വെറുതെ 2 പൂക്കൾ അങ്ങനെ വെറുതെ അങ്ങ് വരച്ചു കൊടുക്കുന്നുള്ളൂ. പൂക്കൾ നമുക്ക് വളരെ ഈസി ആയിട്ട് അങ്ങ് വരയ്ക്കാമല്ലോ. ഇതുപോലെ ബോട്ടിൻ്റെ ഫുള്ള് ഞാൻ ഫ്ലവർ വരച്ചു കൊടുത്തു. ഒരു ചുറ്റിൽ ഞാൻ ഫ്ലവർ വരച്ചിട്ടുണ്ട്, വരയ്ക്കുന്നുണ്ട്. ഇത് ഞാൻ പിങ്കും വൈറ്റും യൂസ് ചെയ്യുക, റെഡും വൈറ്റും ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പിങ്ക് ഷെയ്ഡായിട്ട് വരും. ഈ യെല്ലോയും ഓറഞ്ചും യൂസ് ചെയ്തിട്ട് വേറെ 2 ഫ്ലവറും കൂടെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ലീഫ് വരച്ചു കൊടുക്കുകയാണ്. ഗ്രീനും യെല്ലോയും കളർ യൂസ് ചെയ്തിട്ടുണ്ട്.
ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലായിടത്തും ചുറ്റും ലീഫും ഫ്ലവറുമായി ഇത് നല്ലതുപോലെ ഒന്ന് ഉണങ്ങാൻ പറ്റും. ഇനി ഇതുപോലെ നമുക്ക് നമ്മുടെ ബോട്ടിലിൽ എന്താണെന്ന് വെച്ചാൽ ഇട്ട് വയ്ക്കാം. ഒരെണ്ണത്തിൽ ഞാൻ മണി പ്ലാന്റ് വെച്ചു, മറ്റതിൽ കുറച്ച് അരക്കന ലീഫ് കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.